എനിക്ക് 6 ലക്ഷം രൂപ കടവുണ്ടായിരുന്നു. അത് ഞാൻ 3 ലക്ഷം രൂപ ലോൺ എടുത്ത് 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിപ്പോയി. എനിക്കത് അടയ്ക്കണമെന്നോ എനിക്ക് ഒന്നുമേ ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ അങ്ങനെ ഇരുന്നു. ജപ്തിക്കാർ വരുമ്പോൾ എന്നെ വിളിക്കും, ജപ്തിയാകാൻ പോകുന്നു എന്ന് പറയും. അപ്പം വീട്ടിലെല്ലാം എല്ലാം നല്ല നല്ല പൊസിഷനിലുള്ളവരായും കൊണ്ട് അവർ നോക്കിക്കോളുമെന്നും കൊണ്ട് ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കും, ഒന്നും അനങ്ങത്തില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ വീട്ടിൽ അല്ല, ഞാൻ എൻ്റെ റിലേഷനിൽ ഒരിടത്ത് പറഞ്ഞു ഇതുപോലെ ജപ്തിയാകാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ അമ്മയുടെ സന്നിധാനത്തിൽ അമ്മയുടെ ഉടമ്പടി വസ്തു, അമ്മയുടെ ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഈ കടത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ആ ജപ്തിയായ വസ്തുവിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഉപ്പിട്ട് വീട്ടിൽ കുരിശ് വരച്ചു. എന്നിട്ട് മുട്ടുമേൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 6 ലക്ഷം രൂപ എൻ്റെ വീട്ടുകാരെന്നെ ഹെൽപ്പ് ചെയ്തു. വീട്ടിൽ പറഞ്ഞാൽ റിലേഷനായവരെന്നെ ഹെൽപ്പ് ചെയ്തു. അതിനൊരു പലിശയില്ല, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്നൊരു സിസ്റ്റത്തിൽ എനിക്ക് ആ പൈസ തന്ന് ഹെൽപ്പ് ചെയ്തു. അതെൻ്റെ 2ാമത്തെ ഉടമ്പടിയുടെ ഒരു അനുഭവമാണ്.